പകർച്ചവ്യാധി തടയുന്നതിന്റെ ഭാഗമായി നെന്മാറ CHCയിൽ സംയുക്ത യോഗം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് യോഗം നടത്തിയത്. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരെ സംഘടിപ്പിച്ചായിരുന്നു യോഗം. ഒരു വിദ്യാലയത്തിലെ അധ്യാപികയ്ക്ക് ഡെങ്കിപ്പനി ബാധിച്ചതിനെ തുടർന്നാണ് അടിയന്തര സാഹചര്യത്തിൽ സംയുക്ത യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഷിഗില്ല വളരെയേറെ ഫുഡ് ഇൻഫെക്ഷൻ പോലെ വരികയും മനുഷ്യ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം ഇതിവിടെ അടിയന്തരമായി ഇവിടെ നെന്മാറ മുഴുവൻ ഷിഗില്ലയാണെന്ന് ഈ മീറ്റിംഗ് കൊണ്ട് ആരും കരുതരുത്. ഇത് നമ്മുടെ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും ജാഗ്രതയ്ക്ക് വേണ്ടി വിളിച്ചുകൂട്ടിയിട്ടുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്നത് കൂടുതലും നമ്മുടെ നെന്മാറ പഞ്ചായത്തിലുള്ള ഓരോ വിദ്യാലയങ്ങളുടെയും പ്രതിനിധികളാണ്. വിളിച്ചിട്ടുള്ളത് വിദ്യാലയങ്ങളുടെ ചുമതലയുള്ള അധ്യാപകരെ അധ്യാപികമാരെ ആണെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓരോ ചുമതലയുള്ള ഓരോ ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വിളിച്ചുകൂട്ടാനുള്ള കാരണം നമ്മുടെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന വല്ലങ്ങി സ്കൂളിൽ ഒരു ടീച്ചർക്ക് ഷിഗില്ല ഉണ്ടായതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് ഉണ്ടായതല്ല, ടീച്ചർ മേലാറോഡ് ഗ്രാമപഞ്ചായത്തുകാരിയാണ്. സ്വാഭാവികമായിട്ടും അവരെവിടെയോ പെരുമാറിയോടൊന്ന് ഉണ്ടായതാണെന്ന് കരുതുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വേണ്ട മുൻകരുതലുകൾ നടത്താമെന്ന് ബഹുമാനായ ആസ്പത്രിയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് കൊടുത്താണ്. അദ്ദേഹം തന്നെയാണ് ഈ മീറ്റിംഗ് എല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലാണെങ്കിൽ വളരെ തിരക്കുള്ള സമയമാണ്. സ്വാഭാവികമായിട്ട് ഏത് രോഗങ്ങൾക്കെതിരെയും നമ്മളൊരു ജാഗ്രത പുലർത്തുക എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ കടമയാണ്. കാരണം എന്തുണ്ടായാലും ആദ്യത്തെ ചോദ്യം വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെതായിരിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോകുൽദാസ് അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രതാപൻ വിശദീകരണം നൽകി. UTV ന്യൂസ്, പാലക്കാട്.